Hello everyone, welcome back to our channel, your one-stop solution for everything related to online teaching. നമ്മളുടെ സൂപ്പർ ട്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു ചാനലിലോട്ടേക്ക് എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ വളരെ സ്നേഹത്തിൽ സ്വാഗതം ചെയ്യുവാണ്. സോഫാർ നമ്മൾ ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ ടീച്ചിങ്ങിലേക്കും അല്ലെങ്കിൽ സ്റ്റഡീസിലേക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ലൗഡ് എഐനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഒരുപാട് ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് എഐ ടൂൾസിനെ കുറിച്ചൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതേപോലെയുള്ള ഒരു ടെക്സ്റ്റ് ജനറേറ്റ് എഐ ടൂൾ ആണ് എന്തെന്ന് പറയുന്നത് ക്ലൗഡ് എഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്ലൗഡ് എയുടെ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം ഇതിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഒരുപാട് ടെക്സ്റ്റ് ജനറേറ്റ് എഐ ടൂൾ ഉണ്ട്. ChatGPT ഉണ്ട്, പെർപ്ലസിറ്റി ഉണ്ട്, ജെമിനി ഉണ്ട്, പിന്നെ ഡീപ്സീക്ക്, ഗ്രോക്ക്, അങ്ങനെ ഒരുപാട് ടൂൾസുകളുണ്ട്. ഇതെല്ലാം ഡിഫറെന്റ് കാര്യങ്ങളിലേക്ക് നല്ലതായിരിക്കും. ഒരു കാര്യം ചെയ്യാൻ ചിലപ്പം ChatGPT ആയിരിക്കും, ചിലപ്പം വേറൊരു ടാസ്ക് ചെയ്യാൻ കുറച്ചും കൂടെ ബെറ്റർ ചിലപ്പം പെർപ്ലസിറ്റി ആയിരിക്കാം, അതല്ലെങ്കിൽ ക്ലൗഡ് എഐ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഗ്രോക്ക് ആയിരിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ എഐ ടൂൾസും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു കോണ്ടന്റ് കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു എഐ ടൂള് മാത്രം പഠിച്ചിട്ട് അതിൽ നിന്ന് മാത്രം കോണ്ടന്റ് എടുക്കാതെ ആ സെയിം പ്രോംപ്റ്റ് ഡിഫറെന്റ് എഐ ടൂൾസുകളിലോട്ടേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പെരിമെന്റ് ചെയ്തു നോക്കുക. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നത് ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, പിന്നെ എനിക്ക് ക്ലൗഡ് എഐനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ ഒരു നല്ലതായിട്ട് തോന്നിയത്, നമ്മൾ മലയാളികള് ഇതെല്ലാം എന്താണ് ഇംഗ്ലീഷിൽ നമുക്ക് തരുന്ന സമയത്ത് കുഴപ്പമില്ല, നല്ല വേർഡ്സ് കിട്ടും. പക്ഷെ ഇത് മലയാളത്തിലോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു കണ്ടന്റ് നല്ല രീതിയിൽ ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ കമ്പയർ ടു ഞാൻ യൂസ് ചെയ്തതിന്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് ഞാൻ വേറെ എല്ലാ ടെക്സ്റ്റ് ജനറേറ്റ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിലല്ല മലയാളത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു കോണ്ടന്റ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ക്ലൗഡ് ആണ് യൂസ് ചെയ്യാറ്. കാരണം എനിക്ക് കമ്പയർ ടു ബാക്കിയുള്ള ടൂൾസിനൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ക്ലൗഡ് എഐ കുറച്ചും കൂടെ നല്ല രീതിയിൽ മലയാളത്തിൽ എനിക്ക് കോണ്ടന്റ് അല്ലെങ്കിൽ ആൻസേഴ്സ് ഒക്കെ തരുന്നതായിട്ട് എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ. സോ അതെന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ്. അപ്പൊ നിങ്ങൾക്കും അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. എന്തായാലും നിങ്ങൾ അത് എന്ത് ചെയ്യണം, എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം അല്ലെ. ജെമിനി, ChatGPT അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ടൂൾസ് എല്ലാം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. എന്തായാലും ക്ലൗഡ് എഐനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ഇത് അറിയാതെ പോകരുത്, കാരണം ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടൊരു ടൂളാണ്. എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യണം നിങ്ങളുടെ ടീച്ചിങ്ങിലോ നിങ്ങളുടെ സ്റ്റഡീസിലോ ഒക്കെ. ഓക്കെ, അപ്പം ഈ ഒരു എഐ ടൂളിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അല്ലെ. സോ അതിനായിട്ട് നമുക്ക് ക്ലൗഡ് എഐയിലേക്കാണ് പോകേണ്ടത്. സോ ഞാൻ ഒബിയസ്ലി നിങ്ങൾക്ക് അറിയാലോ, ക്ലൗഡ് എഐന്ന് ടൈപ്പ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്ലോഡ് എന്റെ ആ ഒരു സൈറ്റിലോട്ടേക്കാണ് പോകുന്നുണ്ടായിരിക്കുക കേട്ടോ. ജസ്റ്റ് ക്ലോഡ് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ടൈപ്പ് ചെയ്യാണ്. അപ്പൊ അതാ കണ്ടോ, ക്ലോഡ് .ai എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഈ ഒരു ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതെങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെ പോകും, അത് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോകും. അപ്പൊ നിങ്ങൾ ലോഗിൻ ചെയ്യണം അല്ലെ. അത് നോർമൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. എല്ലാ ടൂൾസും നമ്മൾ ലോഗിൻ ചെയ്യണം. നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ടോ നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടോ ആപ്പിൾ അക്കൗണ്ട് വെച്ചിട്ടോ ഒക്കെ നമ്മൾ ലോഗിൻ ചെയ്യണം. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. നിങ്ങളെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ തീരൊക്കെ വരും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലൗഡ് എഐ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പം ഇന്റർഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നമ്മൾ GPT ഒക്കെ പോലെ തന്നെ ആണ് അല്ലെ. കാര്യങ്ങളൊക്കെ എല്ലാ ടെക്സ്റ്റ് ജനറേറ്റീവ് ടൂൾസും ഏകദേശം സെയിം ആയിട്ടാണ് നമുക്ക് കാണാനൊക്കെ പറ്റുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കുറച്ച് ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ ക്ലൗഡ് എഐ ഒരുപാട് യൂസ് കേസുകളുണ്ട്. അതെല്ലാം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിലേ വരും, ലെങ്ത് ആയിപ്പോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സോ ഓബിയസ്ലി നിങ്ങൾക്ക് അറിയാലോ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അത് ടെക്സ്റ്റ് പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, അഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഡോക്യുമെന്റ്സോ PDFsോ അല്ലെങ്കിൽ പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ആൻഡ് ഇവിടെ സെർച്ച് ടൂൾ ഉണ്ട്. സെർച്ച് ടൂൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ്,
വെബിൽ സെർച്ച് ചെയ്യാം. അങ്ങനെയുള്ള ഇതിന്റെ ഒരു എക്സ്ട്രീം തിങ്കിങ് അതിന് എന്താണ് കുറച്ച് ഒരു എന്താണ് ലിമിറ്റ് ഉണ്ട്. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇത്രയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതുണ്ട് ഈ ഒരു എക്സ്ട്രീം തിങ്കിങ്ങിന്. അപ്പൊ എനിക്കിപ്പോ ഇവിടെ എന്താ 3 എക്സ്ട്രീം തിങ്കിങ് 3 കൂടെ അവൈലബിൾ ആണെന്നാണ് ഇവിടെ പറയുന്നത്. എനിവേസ് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ സോണറ്റ് എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്പോസിറ്റ് സോണറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താണ് ഇതിന്റെ ഹയർ വേർഷൻസ് ആണ്. ഓക്കെ, മീഡിയം ലെവല്, അതിന്റെ അപ്പുറത്ത് അങ്ങനെ 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 ഹയർ ലെവൽ. അപ്പം നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് ഈ സോണറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കുറെ ഇതിന്റെ പ്രോ വേർഷൻസ് ഒക്കെ അങ്ങനെ ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾ പ്രോ വേർഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് കൊടുത്തിട്ട് വാങ്ങേണ്ടതാണ്. സോ നമ്മൾ എന്തായാലും സോണറ്റ് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെന്താണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ക്ലൗഡിൽ നമുക്ക് എന്താണ് ഇതൊക്കെ ഇതുപോലെയുള്ള ടൂൾസ് എല്ലാം നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് അല്ലെ. പിന്നെ നമുക്ക് ഈ ഒരു സൈറ്റിലോട്ടേക്ക് വരുന്ന സമയത്ത് ന്യൂ ചാറ്റ് ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാ ഇതിലും കാണുന്ന പോലെ തന്നെ നമുക്ക് പുതിയൊരു ചാറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ ചാറ്റ് എടുക്കാം. അതുപോലെ തന്നെ പ്രീവിയസ് ചാറ്റസിലേക്ക്, അതായത് ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതൊരു ലെസൺ പ്ലാൻ ഉണ്ടാക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രീവിയസ് ചാറ്റിലേക്ക് ഇത് പോകും. ഇനി പ്രൊജക്ട് ഇതെന്ന് പറഞ്ഞാല് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഇതാണ് പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഞാനിപ്പോ ഒരു ആംഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പുതിയൊരു പ്രൊജക്ട് വേണമെന്നുണ്ടെങ്കിൽ ന്യൂ പ്രൊജക്ട് എന്ന് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്ലാൻസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് പ്രൊജക്ട് ഒന്നും ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് 1-2 പ്രൊജക്ട് ഒക്കെ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഓൾറെഡി ഞാൻ ഇവിടെ എന്തായാലും ഒരു പ്രൊജക്ട് ഇതാ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊജക്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് നടത്താൻ പറ്റും. ഓക്കെ, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് പ്രൊജക്ട് എന്ന് വരുന്നത്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതായത് ടോഗിൾ ആണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറ്റി ഇതാക്കാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഒഴിവാക്കുന്നുണ്ട്, ഒരു ന്യൂ ചാറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, സാധാരണ ഒരു പുതിയൊരു ചാറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. സോ ഞാൻ ഇവിടെ ക്രിയേറ്റ് എ 200 words essay on the topic global warming. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് എന്താണ് ഒരു 200 essay വേണമെന്ന് പറയാൻ, വേർഡ്സ് essay വേണമെന്ന് പറയാൻ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് ആ കൊടുത്തത് കേട്ടോ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് ഒക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ അറിയാലോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിന്റെ പ്രോംപ്റ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസും അതിന്റെ ആൻസറും അത്രയും അക്യുറേറ്റ് ആയിട്ട് തരും. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എന്താണ് നമ്മളുടെ ഓക്യുപ്പേഷൻ, അതായത് നമ്മളിപ്പോ ഒരു ടീച്ചറാണോ, നമ്മളൊരു സ്റ്റുഡന്റ് ആണോ, നമുക്ക് ഏത് ടൈപ്പ് ആണോ നമ്മളെ ഓഡിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് എന്താണ് കുറച്ചും കൂടെ ഇപ്പൊ ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് തന്നിട്ടുണ്ട്, ഒരു എസ് തന്നിട്ടുണ്ട് അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ചും കൂടെ എല്ലാ ഈ ടൂൾസും നമ്മളിപ്പം ഈ ഒരു ഇതിൽ നമ്മൾ ഒരുപാട് ടൂൾസ് പഠിച്ചു. അപ്പൊ എല്ലാ കമ്പയർ ടു ഓരോന്നിനും മെച്ചമാണ്. ഓരോ കാര്യത്തിനും ഓരോ ടാസ്കുകളും ഓരോ ടൂൾ വരുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ നമുക്ക് വേണ്ട കോണ്ടന്റുകൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, എടുക്കാം അല്ലെ. അപ്പം ഇതാണ് നമ്മളുടെ ഇത്, നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ഇത് റീട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്, ഡിസ്ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യം നമുക്ക് ഇവിടെ ഈസിലി ചോദിക്കാം. അപ്പം ആൻസേഴ്സ് നമുക്കിവിടെ തരുന്നതായിരിക്കും. നോർമൽ നമ്മുടെ എല്ലാ ടൂൾസിനെ പോലെ തന്നെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ഇതിനോട് ചോദിക്കുക. അതിപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും ക്ലൗഡ് ഉത്തരം തരും. അതെന്താണ് നമുക്ക് ഒരുപാട് യൂസ് കേസുകൾ എല്ലാ ടൂൾസിനെയും പോലെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഒരുപാട് ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് ടൂൾസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം അതിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് ഇപ്പൊ എല്ലാം ഒരേ കാര്യം തന്നെയല്ലേ ചെയ്യുന്നേ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് ടാസ്ക് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ വേരിയേഷൻസ് ഉണ്ടാവും. ChatGPT ആണെന്നുണ്ടെങ്കിലും ക്ലൗഡ് ആണെന്നുണ്ടെങ്കിലും ഡീപ് സീക്ക് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗ്രോക്ക് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ജെമിനൈ ആണെന്നുണ്ടെങ്കിലും പെർപ്ലസിറ്റി ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ് ഓരോരോ കാര്യം വരുമ്പം ഓരോ കൈൻഡ് ഓഫ് ടൂൾസ് യൂസ് ചെയ്യുന്നതായിട്ട് അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ ടൂൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ. സോ ക്ലൗഡ് നിങ്ങൾ അറിയാണ്ട് പോകരുത്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട എക്സ്പെരിമെന്റ് ചെയ്യേണ്ട ഒരു ടൂളാണ്
എക്സ്പ്ലോർഡ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഈ ഒരു ഭാഗത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റിൽ പറയാം, നമുക്കത് സോൾവ് ചെയ്യാം. ആൻഡ് ഇതുപോലെയുള്ള വേറെയുള്ള ടൂൾസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് മെൻഷൻ ചെയ്യുക ചാറ്റിൽ. ഓക്കെ, സോ ഞാൻ ഇതുപോലെയുള്ള വേറൊരു നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ടൂളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.